ഹായ് ഫ്രണ്ട്സ്, ഞാനിവിടെ എന്തിനാ വന്നിരിക്കറിയോ? നമുക്ക് രുദ്രാക്ഷം വെച്ചിട്ടൊരു കീ ചെയിൻ ഉണ്ടാക്കാം. ആവശ്യമായ സാധനങ്ങൾ ഇതൊക്കെയാണ്. അപ്പം ഞാനൊരു ഗിയർ വയർ എടുത്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി യൂസ് ചെയ്തതിനൊരു ചെറിയൊരു പീസ് ആടി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതിനെടുക്കുകയും ചെയ്തത്. എന്നിട്ടൊരു ഗിയർ വയർ എടുത്തു. ഞാൻ പൊതുവേ കാതിൽ ഇടാത്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഗിഫ്റ്റ് ചെയ്തതും അല്ലാണ്ട് കാണുന്ന സമയത്ത് ബക്കറേറ്റ് മേടിച്ചതിലേക്ക് ഇഷ്ടംമാതിരി ചുമക്കുണ്ടായിരുന്നു. ഇങ്ങനെ ഉപയോഗിക്കാത്ത ഒരെണ്ണമാണത്. അപ്പം അതിൻ്റെ അകത്ത് നിന്ന് ഞാൻ ഒരെണ്ണം പറിച്ചിങ് എടുത്തു. എന്നിട്ട് വയറിലോട്ടൊക്കെ കയറ്റി കൊടുത്തു. എന്നിട്ട് വയറിന് രണ്ട് എൻഡും വെച്ചിട്ട് ഞാനൊരു ബീഡ് ഇട്ടെടുത്തു. ആ ബ്ലാക്ക് ബീഡ് ഇട്ടെടുത്തു. എന്നിട്ട് രണ്ട് എൻഡും സ്പ്ലിറ്റ് ചെയ്തിട്ട് രണ്ടിലേക്കും ഓരോ ബീഡ്സ് വെച്ചിട്ട് ഇട്ടെടുത്തു. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കാണുമ്പോൾ ഈ ഷേപ്പ് മനസ്സിലായില്ലേ, ഇതുപോലെ കിട്ടാൻ വേണ്ടിയിട്ട്. അത് ഒന്ന് വൃത്തിയാക്കി കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും വരില്ല. ഞാൻ പിന്നെ ഓൾറെഡി യൂസ് ചെയ്തൊരു വയറായതുകൊണ്ട് എനിക്ക് കുറച്ച് പണി ഉണ്ടായിരുന്നു എന്ന് മാത്രം. എന്നിട്ട് പിന്നെ ആദ്യം രണ്ട് എൻഡും ഒരേപോലെ ഒരുമിച്ച് പിടിച്ചിട്ട് എഗെയിൻ ഒരു ബീഡ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതവിടെ ലോക്കായി കിടക്കും. ഓക്കെ, അത് അടുപ്പിച്ച് വരേണ്ടതാണ്. പിന്നെ എന്താണെന്നറിയില്ല, ഞാൻ ഓൾറെഡി യൂസ് ചെയ്ത വയറായതുകൊണ്ടാണെന്നൊന്നും അറിയില്ല, അതവിടെ അടുപ്പിച്ചങ്ങ് വന്നില്ല. കുഴപ്പമില്ല, ഞാൻ എന്തായാലും സാറ്റിസ്ഫൈഡ് ആണ്. എന്നിട്ട് നെക്സ്റ്റ് അതേപോലെ തന്നെ രണ്ട് വയറും ഒരുമിച്ച് പിടിച്ചിട്ട് ബീഡ്സ് ഇട്ട് കൊടുക്കുക, ഐ മീൻ രുദ്രാക്ഷം ഇട്ട് കൊടുക്കുക. ഇത് ഇപ്പം ശിവരാത്രിക്ക് ഈശ ഫൗണ്ടേഷൻ ഇല്ലേ കോയമ്പത്തൂർ, അവിടെ പോയ സമയത്ത് അന്ന് കിട്ടിയതേനു. ഇതിങ്ങനെ ഉപയോഗിക്കരുത് എന്നൊക്കെ ചിലവർക്ക് ഉണ്ടാവുമായിരിക്കും. ഞാനങ്ങനെ വേറൊരു ഉദ്ദേശത്തിലാക്കിയതല്ല. ആക്ച്വലി ഞാൻ ഇത് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. ഓക്കെ, പിന്നെ നേരത്തെ കാണിച്ചിട്ടുണ്ട് ഒരു ഗിയർ ലോക്ക് ഉണ്ട്. അതാണ് ഇപ്പോൾ കാണിച്ച മുത്തോത്സാനം. ഇതിട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ഈ കംപ്ലീറ്റ് സാധനത്തിന് ലോക്ക് ചെയ്തെടുക്കുക. ഞാൻ രണ്ട് ഗിയർ ലോക്ക് എടുത്തിട്ടുണ്ട്. രണ്ട് ഗിയർ ലോക്ക് വെച്ചിട്ട് ആദ്യം ഈ രുദ്രാക്ഷം ബീഡ്സൊക്കെ വെച്ചിട്ട് ഓൾറെഡി ഒരു ഗിയർ ലോക്ക് എടുത്ത് ഞാനവിടെ ലോക്ക് ചെയ്ത് വെച്ചു. ഓക്കെ, ഞാൻ വേറെ നിർത്തിയിട്ട് ചെറിയൊരു ഗ്യാപ്പ് അവിടെ വെച്ചിട്ട് മറ്റേ ഗിയർ ലോക്ക് വെച്ചിട്ട് ലോക്ക് ചെയ്തെടുത്തു. കാരണം ആ ഒരു ഗ്യാപ്പിലാണ് ഈ ഗ്യാപ്പിലാണ് ഞാൻ കീ ചെയിൻ്റെ ആ ഒരു ചെയിൻ ഉണ്ടാവല്ലോ അത് ഇട്ട് കൊടുക്കുന്നത്. കാരണം അല്ലാത്തൊരു സാധനം ഉണ്ട്, ഒരു വളയം പോലത്തത്, ഞാൻ വാങ്ങിക്കാൻ വിട്ടുപോയി. അപ്പോൾ ഞാൻ വെച്ചു ഓൾറെഡി ഈ സാധനം ഇപ്പം ഉണ്ടാക്കിയത് ഭയങ്കര ചെറുതാണ്. ഇനി ആ ചെയിൻ്റെ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടെ 1.5 മീറ്റർ നല്ല ഉണ്ടാവും. അപ്പം ഞാൻ വെച്ചു മറ്റേത് നമുക്ക് അടർത്തിക്കളയാം. പക്ഷേ നല്ല ടൈറ്റ്. അത് ഞാൻ എത്ര ബലം കൊടുത്തു, 2 പ്ലക്കറെല്ലാം വെച്ച് വലിച്ചിട്ടും കൈസ് അത് വരുന്നില്ല, നല്ല ടൈറ്റായിരുന്നു. അപ്പോൾ എന്നിട്ട് പിന്നെ ലാസ്റ്റ് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ തന്നെ അതിൻ്റെ അടിയിലേക്ക് കയറ്റി കൊടുത്തു. പൊട്ടിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് പൊട്ടിക്കാൻ നിന്നില്ല. ഇത് ഗിഫ്റ്റ് കൊടുക്കാൻ കൊള്ളാവോ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എങ്ങനെയുണ്ട്?